ഹലോ ഗായ്സ്. അപ്പോൾ ഒരു പെൻസിൽ തപ്പാൻ പോയാൽ ഞാനൊരു ടേബിൾ വൃത്തിയാക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അവസ്ഥയല്ല, എന്തായാലും അത് വൃത്തിയാക്കണം. കാരണം നമുക്ക് റംസാൻ മാസം വരുവാണ്. ഈ വീട്ടിലെ ഏറ്റവും കച്ചറ പിടിച്ച റൂം എൻ്റെയാണ്. കാരണം ആ ഒരു ടേബിൾ എന്ന് പറയുന്നത് എനിക്കറിയില്ലേ എന്തൊക്കെ ഉണ്ടോ ഒരു വീട്ടിലെ സാധനം, സകല സാധനം അവിടെ കാണും. വീട്ടിൽ കുടിച്ച ഗ്ലാസ് വരെ എൻ്റെ ആ ടേബിളിലുണ്ട്. പിന്നെ അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സോപ്പ്, ചീപ്പ് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഷാമ്പൂ ഒക്കെ ബാത്റൂമിൽ ഒക്കെ ആയിരിക്കും. എൻ്റെയൊക്കെ റൂമിൽ ടേബിളിലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നൊന്നും അറിയില്ല. ഇനി അതിൻ്റെ ഡേറ്റ് കഴിയുന്നവരെ അത് അവിടെ ഇരിക്കും. ഇതൊക്കെ ഞാൻ കുറേ സാധനമൊക്കെ ഞാൻ എന്തിനു പോയി NSS ക്യാമ്പിന് പോയപ്പോൾ കൊണ്ടുപോയതൊക്കെ അതേപാടി ഇരിക്കും കേട്ടോ. NSS ക്യാമ്പിന് പോയിട്ട് കൊണ്ടുവന്ന ഒരു ഹാൻഡ് ബാഗിനകത്ത് അന്ന് ഞാൻ എടുത്ത ഹാൻഡ് ബാഗ് പിന്നെ തുറന്ന് നോക്കിയിട്ടേ ഇല്ല. ആ ഹാൻഡ് ബാഗിനകത്ത് അന്ന് കഴിച്ച എന്തോ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വരെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് വരെ പൈസയൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ ഒരു 10-60 രൂപ എന്തായാലും എനിക്ക് കിട്ടി. 5-6 ദിവസത്തെ വണ്ടിക്കൂലി ആയിട്ടുണ്ട്. അതെ, ഒരു കറക്റ്റ് 3 മണിക്കൂർ എടുത്തു കേട്ടോ ഞാൻ ഈ ടേബിൾ മാത്രം വൃത്തിയാക്കാം. കാരണം ടേബിളിൻ്റെ സൈഡിൽ കുറേ ഞാൻ പഴയ ബോക്സൊക്കെ ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ബോക്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബോക്സ് അതെല്ലാം പൊടി തട്ടി എടുക്കണമായിരുന്നു. പിന്നെ കുറേ സാധനം കളയാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയും ടൈം എടുത്തു എല്ലാം ക്ലീൻ ചെയ്ത് വരാൻ. പിന്നെ ഞാൻ ആടിത്തൂങ്ങിയായിരുന്നു എല്ലാം ചെയ്തത്. അതുകൊണ്ട് അത്രയും ടൈം എടുത്തത്. പൊട്ടിയ കമ്മൽ, റീഫിലില്ലാത്ത പേനയുടെ ബോഡി, എനിക്കറിയില്ല, കുറേ വിക്സിൻ്റെ പാട്ടാണ്. പിന്നെ കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ എന്നോ കിട്ടിയൊരു സാധനം, അത് കമ്മലങ്ങാണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കമ്മലും കൂടെ ഉണ്ട്. പിന്നെ എനിക്കറിയില്ല, എന്തൊക്കെയോ ഞാൻ എടുക്കുന്നുണ്ട്. സ്വർണ്ണമൊന്നും അല്ല കേട്ടോ, അത് ഏതോ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ചെയിൻ. അതും സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്തിനാണോ ആർക്കറിയാം. അങ്ങനെ തറയിൽ നിന്ന് ഞാൻ എല്ലാം കൂടെ വലിച്ചു വാരി കുറച്ച് പൈസയൊക്കെ കിട്ടി കണ്ടോ. എൻ്റെ എല്ലാ സെമിസ്റ്ററിലും ടെക്സ്റ്റ് അതിനകത്ത് കേട്ടോ. ഇതെന്തോ ഞാൻ പണ്ടങ്ങാണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ച സാധനം, അത് പൂപ്പലടിച്ച് പോയി. ഇനി അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ സമയത്തിൻ്റെ പരിശ്രമത്തിൽ ഞാൻ ക്ലീൻ ചെയ്തിരിക്കുന്നു. ഇത് 2 ആഴ്ച കഷ്ടിച്ച് 2 ആഴ്ച ഇതുപോലെ ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കാം ഗൈസ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ക്ഷീണിച്ചു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ, അപ്പം രാവിലെ തന്നെ ഒരു ചായ കേക്കൊക്കെ കഴിച്ച് തുടങ്ങി. അങ്ങനെ രാവിലെ ഒരാൾ ഞാൻ കേക്ക് ഉണ്ടെന്ന് കണ്ടിട്ട് ഒരാൾക്കും കേക്ക് ഓതി വന്നിട്ട് കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്